നമ്മൾ ഇന്ന് പഠിക്കുന്നത് മോഡൽ 65 ആണ്. വാണ്ടഡ് ടു എന്ന് പറയുന്ന ഒരു യൂസേജ് ആണ്. ചെയ്യണമായിരുന്നു എന്നുള്ളതാണ് അർത്ഥം. സിംപ്ലി വാണ്ടഡ് ടു ചെയ്യണമായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിളുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എക്സാമ്പിളുകൾ ഞാൻ കുറച്ച് പറയാം. ഐ വാണ്ടഡ് ടു ബൈ എ ന്യൂ ബുക്ക്. അർത്ഥം പറയുന്നത് നോക്കിയൊക്കെ ചെയ്യണമായിരുന്നു. അപ്പൊ ഇവിടെ എന്താ ഐ വാണ്ടഡ് ടു ബൈ എ ന്യൂ ബുക്ക്? എനിക്കൊരു ബുക്ക് വാങ്ങണമായിരുന്നു. എനിക്കൊരു പുതിയൊരു ബുക്ക് വാങ്ങണമായിരുന്നു. ഐ വാണ്ടഡ് ടു റൈറ്റ് എ സ്റ്റോറി. എനിക്കൊരു കഥ എഴുതണമായിരുന്നു. ഐ വാണ്ടഡ് ടു വിൻ ദ ചെസ് കോമ്പറ്റീഷൻ. എനിക്ക് ചെസ് കോമ്പറ്റീഷനിൽ വിൻ ചെയ്യണമായിരുന്നു. I wanted to draw. എനിക്ക് വരയ്ക്കണമായിരുന്നു. I wanted to complete my assignments. എനിക്ക് എന്റെ അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. ഓക്കെ, വേറൊരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. ഈ വാണ്ടഡ് ടുന്റെ ഒരു മീനിങ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. എല്ലാ ഇംഗ്ലീഷിന്റെ യൂസേജുകൾക്കും ഒന്നിൽ കൂടുതൽ മീനിങ്ങുകൾ ഉണ്ടായിരിക്കും. പക്ഷെ അത് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാറും. പക്ഷെ നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത് ബേസിക് ആയിട്ട് ഈ ഒരു മീനിങ് നിങ്ങൾ പഠിക്കുക. നിങ്ങൾ അഡ്വാൻസ് ലെവലിലോട്ട് പോകുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാവും. മുന്നത്തെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങളെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ അത് കാണാനായിട്ട് നോക്കുക. അപ്പോൾ ഈ എല്ലാ മോഡ്യൂൾസും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ, നല്ല രീതിയിലുള്ളൊരു ഐഡിയ കിട്ടുന്നതാണ് കേട്ടോ. ഓക്കെ, ഐ വാണ്ടഡ് ടു ഡ്രിങ്ക് എ കപ്പ് ഓഫ് കോഫി. എനിക്കൊരു ചായ അല്ലെങ്കിൽ കാപ്പി കുടിക്കണമായിരുന്നു. എനിക്കൊരു കപ്പ് ചായ അല്ലെങ്കിൽ കാപ്പി കുടിക്കണമായിരുന്നു. ഐ വാണ്ടഡ് ടു റെനോവേറ്റ് മൈ ഹോം. എനിക്ക് എന്റെ വീട് കുറച്ചും കൂടി ഒന്ന് മോടി പിടിപ്പിക്കണമായിരുന്നു. ഐ വാണ്ടഡ് ടു ജോയിൻ ഇൻ എ സയൻസ് ക്ലബ്. എനിക്ക് സയൻസ് ക്ലബിൽ ജോയിൻ ചെയ്യണമായിരുന്നു. എനിക്ക് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്. സോ എനിക്ക് ചെയ്യണമായിരുന്നു. ഇങ്ങനെയുള്ള ഒരു അർത്ഥമാണ് വരുന്നത്.